ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കിഡിന് സെറ്റപ്പാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേ, അതേപോലെ പേടിഎം, ഇതിലൊക്കെ പൈസ നമ്മൾ കൂടുതലായിട്ടും ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ UPI വഴി നമ്മൾ ഷോപ്പിൽ നിന്ന് ടീ കുടിച്ചാൽ അങ്ങനെ സാധനങ്ങൾ വാങ്ങിയാലൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ ലിമിറ്റായി എന്ന് പറഞ്ഞിട്ട് ഇത്ര ലിമിറ്റായി ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞാലേ പൈസ അടക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ പൈസ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ പേടിഎം വഴി ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പേടിഎം നോക്കാം. പേടിഎമ്മിൽ എങ്ങനെയാണ് പേടിഎമ്മിൽ പൈസ 2000 രൂപ നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ബെറ്ററായി ഇന്നത്തെ റേഞ്ച് പോയപ്പോൾ സംഭവിച്ചാൽ ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പേടിഎം എടുക്കുക. പേടിഎം എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡോട്ട് കണ്ടല്ലോ, അതിൽ അടിയിൽ ക്ലിക്ക് ചെയ്യുക. അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് യു പേയ്മെൻറ്റ് സെറ്റിങ്സ്, ഈ രണ്ടാമത്തെ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ വരും UPI ലൈറ്റ് എന്ന് കണ്ടല്ലേ. അപ്പോൾ ഈ 3 ബാങ്ക് അക്കൗണ്ടിൻ്റെ ഏറ്റവും അടിയിൽ കാണില്ലേ UPI ലൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ 0.5 പൈസയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ പൈസ ആഡ് ചെയ്യാണ് വേണ്ടത്. അത് 200, 100, 1000, 500 ഒക്കെ ആഡ് ചെയ്യാം. 2000 രൂപ വരെയാണ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ആഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ആഡ് മണി കൊടുക്കുക. ആഡ് മണി കൊടുത്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഗൂഗിൾ പേ നമ്പർ മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആഡ് മണിയിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് മണി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മറ്റേ ID ഉണ്ടല്ലോ, 4 അക്ക നമ്പർ ഉണ്ടല്ലോ, അത് ബാങ്കിൻ്റെ, അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ അതിൽ ആഡാവും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ UPI ആണ് വരിക. UPI നിന്നുള്ള പൈസ ആണ് വരിക, ബാങ്ക് അക്കൗണ്ട് പിന്നെയാണ് വരിക. അപ്പോൾ പിന്നെ ഇതാണ് പേടിഎമ്മിൻ്റെ. ഇനി ഞാൻ ഗൂഗിൾ പേൻ്റെ പറഞ്ഞുതരാം കേട്ടോ. ഗൂഗിൾ പേൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു നെയിമിൻ്റെ, നമ്മൾ ജിമെയിലിൻ്റെ ഒരു പ്രൊഫൈലിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ വരും പേ വിത്ത് ക്രെഡിറ്റ് ആൻഡ് മാനേജ്, നമ്മളെ അക്കൗണ്ട് വരും. നമ്മളെ അക്കൗണ്ടിൻ്റെ ഇതുണ്ടല്ലോ, അക്കൗണ്ടിൽ എടുക്കുമ്പോൾ ഏറ്റവും അടിയിൽ വരും. ഏറ്റവും അടിയിലല്ല, ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൻ്റെ അടിയിൽ സെറ്റപ്പ് UPI ലൈറ്റ്, ഈ സെറ്റപ്പ് UPI ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്കുമ്പോൾ ഇതിൽ നമ്മൾ പൈസ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഓഫർ 500 രൂപ തരുന്നൊക്കെ പറയുന്നുണ്ട്, പേയ്മെൻറ്റ് 500 എന്നൊക്കെ. അപ്പോൾ നമ്മളിത് ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. നമ്മളെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ആഡാവും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിൾ പേയിൽ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, ഇതറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.